പ്രിയമുള്ളവർ, ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല സാക്ഷ്യങ്ങളാണ്. നമ്മൾ ഇന്ന് കേട്ട സാക്ഷ്യങ്ങൾ ഉൾപ്പെടെ പല സാക്ഷ്യങ്ങളും ഇവരുപയോഗിക്കുന്ന സാക്ഷ്യത്തിൻ്റെ അനുഭവസാക്ഷ്യം പറയുന്നവരുപയോഗിക്കുന്ന വാക്കുകൾ രസമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച പറഞ്ഞത് ഒരു കിടക്കയിൽ കിടന്ന് മൂത്രമൊഴിക്കുന്നൊരു കുഞ്ഞാണ്. അത് പ്രായമുള്ള കുഞ്ഞാണ്. അപ്പോൾ അത് കുഞ്ഞിന് അമ്മയ്ക്ക് ഭയങ്കര പ്രയാസം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി എഴുന്നേറ്റാൽ രാത്രി തന്നെ ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ കിടക്കലറിയാതെ മൂത്രമൊഴിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. എല്ലാവരുടെയും ഉറക്കം പോകും. സർവത്ര സങ്കടം കുടുംബത്തിൽ. പഴയ ഉടമ്പടി ചെയ്തപ്പോൾ അവർ പറഞ്ഞ സ്വിച്ചിട്ട പോലെ നിന്നവൻ. അവർ ഉപയോഗിച്ച വാക്കതാണ്. യൂട്യൂബിൽ ആ സാക്ഷ്യം കിടക്കുന്നുണ്ട്. സ്വിച്ചിട്ടതുപോലെ നിന്ന് ഇപ്പോൾ 3 മാസമായിട്ട് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു. കുഞ്ഞിന് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് ബോധം കിട്ടുന്നുണ്ട്, എഴുന്നേറ്റ് പോകുന്നുണ്ട് മൂത്രമൊഴിക്കാൻ രാത്രി എന്നാണ്. ഇപ്പോൾ ഇന്ന് തന്നെ നിർമ്മല മേരിയും അഞ്ചു ഗോതിരത്തുമൊക്കെ പറഞ്ഞത് അരസസ് രോഗമായാലും ബ്ലീഡിങ് ആയാലും തൽക്ഷണം നിലച്ചെന്നാണ് പറയണത്. തൽക്ഷണം. അപ്പോൾ ഈ ഉടമ്പടിയുടെ അനുഭവങ്ങൾ ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ്, ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് തൽക്ഷണം. ഉടമ്പടി ഒരു തൽക്ഷണം അനുഭവത്തിൻ്റെ പ്രാർത്ഥനയാണ്. പക്ഷേ ആ തൽക്ഷണം അനുഭവം എങ്ങനെയാണ് ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ ബൈബിളിലെ അന്വേഷിക്കേണ്ടത് ചരിത്രവാക്യങ്ങളല്ല അന്വേഷിക്കേണ്ടത്. പലരും സൂത്രവാക്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്. സൂത്രവാക്യങ്ങൾ മീൻസ് ഫോർമുല ആണ് സൂത്രവാക്യം. നമ്മൾ ബൈബിള് സാധാരണ ആൾക്കാർ വായിക്കുന്നത് സാൽവേഷൻ ഹിസ്റ്ററി, രക്ഷാകരമായ ചരിത്രം. അത് വേണം, വേണ്ടെന്നല്ല. പക്ഷെ ഈ സാൽവേഷൻ ഹിസ്റ്ററിയെ രക്ഷാകരമായ ചരിത്രത്തിൽ പ്രവർത്തിച്ച ദൈവം ഒരു ഭൂതകാലത്തിൻ്റെ ദൈവമല്ല. പിന്നെ ദൈവം വർത്തമാനകാലത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ടാണ് എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനക്ഷമനാണ്, ഞാനും പ്രവർത്തിക്കുന്നുവെന്ന് ഈശോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഹെബ്രായർ 13:8 നമ്മൾ വായിക്കുന്നത്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ. ശ്രുതികട ഹല്ലേലൂയ. നിന്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ബൈബിളിലെ ഭൂതകാലത്തിൽ പ്രവർത്തിച്ച അതേ ദൈവം എങ്ങനെയാണ് വർത്തമാന കാലങ്ങളിൽ പ്രവർത്തനക്ഷമമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ, അത് ബൈബിൾ അതിന് കുറേയധികം സൂത്രവാക്യങ്ങൾ നൽകുന്നുണ്ട്, ഫോർമുല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ തൽക്ഷണം അവളുടെ മകൾ സൗഖ്യപ്പെട്ടു എന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. തൽക്ഷണം എപ്പോഴാണ്? കാനൻകാരുടെ വിശ്വാസത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ്. കാനൻകാരുടെ വിശ്വാസം എന്താ? അവളുടെ പ്രശ്നം എന്താ? അവിടെ മകൾക്ക് പിശാച് ബാധിക്കുകയാണ്. അപ്പോഴവൾ അപസ്മരമായിരിക്കും, ചിലപ്പോൾ ഡയബോളിക് പൊസിഷനായിരിക്കും, വാട്ടർ മേ ബി. അവൾ കുറേ സങ്കടം അനുഭവിക്കുന്നുണ്ട് മകളെ കാരണം കുറേ സങ്കടം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവൾ വന്ന് ഈശോൻ്റെ അടുത്ത് ഈ സങ്കടം പറയും. പക്ഷേ ഇങ്ങനെ വളരെ സങ്കടം പറഞ്ഞെങ്കിലും ഈശോ അത് മൈൻഡ് ചെയ്യത്തില്ല, അല്ലേ? ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് പ്രാർത്ഥിക്കുന്നവരത് പ്രതീക്ഷിക്കണം. ഇങ്ങനെ ഒരു നിശബ്ദമായിട്ട് സൈലൻസ് ടൈം ഉണ്ട് ഇതിന്. ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും അല്ല, ചില കാര്യങ്ങൾക്ക് സൈലൻസ് ടൈം വരുമ്പോൾ ദൈവം എന്താണ് ഉദ്ദേശിക്കണമെന്ന് നമ്മൾ അറിയണം.
സൈലൻസ് ടൈം. ഉടനെ ഈ ആ കാനംകാരി എന്നാ ചെയ്യണത്? നമ്മുടെ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കാനംകാരി ഉടനെ എന്നാ ചെയ്യണത്? അവൾ അപ്പോസ്തലന്മാരോട് പറയും, ഞാൻ വളരെ വേദനിക്കുന്നു, എനിക്ക് ജീവിക്കാൻ പൊറുതിമുട്ടിയിരിക്കണം, അക്ഷരാർത്ഥത്തിൽ എന്തെങ്കിലും ചെയ്യണം, ഒന്ന് പറ എന്ന് പറയും. എനിക്ക് സ്വാധീനമില്ല, അതുകൊണ്ട് എൻ്റെ വാക്ക് ഈശോ മൈൻഡ് ചെയ്യണില്ല, എന്നെ അറിയില്ല എന്നൊക്കെയാണ് അവർ പറയണത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പറയാൻ പറയും. നിങ്ങൾക്ക് കർത്താവിനെ അറിയാമല്ലോ, കർത്താവിന് സ്വാധീനമുണ്ടല്ലോ എന്ന് പറയാൻ പറയും. അവരുടനെ അത് പറയും. അവർ നല്ല പ്രവർത്തകരാ. അവരാ ചേടത്തീനെ സഹായിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാർ മനുഷ്യന്മാരുടെ വേദനയോട് റിസപ്റ്റിവിറ്റി ഉള്ളവരാണ്. അവർ പത്രോസ് വന്ന് പറയും, ജീസസ് ഈ അവളൊന്ന് പറഞ്ഞ് വിടിച്ചോ എന്ന് പറയും. അവൾ നമ്മുടെ പിന്നാലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്നല്ലോ. അപ്പോഴും ഈശോ ഒരു കാര്യം പറയും. എന്നാ പറയണത്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. ഒരു പരീക്ഷണമാണത് ശരിക്കും പറഞ്ഞാൽ. ഒരു അപമാനത്തിലേക്കാണ് പോണത്. ശരിക്കും പ്രാർത്ഥനയിൽ എപ്പോഴും ഒരു അപമാനത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടാവും. അത് നിങ്ങളത് ഓർത്തേക്കണം. എല്ലാ പ്രാർത്ഥനയും അല്ല. ഇപ്പം നിങ്ങൾ പത്രം കൊണ്ട് നടക്കത്തില്ലേ? ഇപ്പം ഒരു കോട്ടയത്തെ ചേട്ടത്തി എന്നാ പറഞ്ഞത്? പത്രം നേരത്തെ കൊടുക്കുമ്പോഴൊക്കെ ആൾക്കാരെ കളിയാക്കുമെന്ന് പറഞ്ഞല്ലേ. ഇപ്പോഴേ അവർ കോട്ടയത്തെ പത്രം കൊണ്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ വന്ന് ചോദിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ട് പോകണം. അപ്പം ഒരു കാലമാണത്. ശരിക്കും നമ്മുടെ പരീക്ഷണത്തിൻ്റെ ഒരു കാലമാണ്. അപ്പോൾ ആ കാലങ്ങളിൽ, പ്രതിസന്ധിയുടെ കാലങ്ങളിൽ നമ്മൾ എന്ത് നിലപാട് കൈവരിക്കുന്നു എന്നുള്ളതാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. പ്രയാസത്തിൻ്റെ കാലങ്ങളിൽ നമ്മൾ കാണിക്കുന്ന നിലപാടുകൾ. ഇപ്പോൾ ഇവരോട് പറഞ്ഞ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് നിരാശപ്പെട്ട് പ്രാർത്ഥന അവസാനിപ്പിച്ച് അവിടുന്ന് സ്ഥലം കാലിയാക്കാം. പക്ഷെ അവൾ പോകാൻ തയ്യാറല്ല. അവൾ ഉടനെ ഈശോനോട് പറയും, ഈശോ അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഞാൻ പട്ടി തന്നെയാണ്, എൻ്റെ അവസ്ഥ അതാണ് ജീവിതത്തിൻ്റെ. പക്ഷേ നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്നത് ഭക്ഷിക്കാറുണ്ടല്ലോ. അതാണ് ഒരു വിഷയം. അപ്പോൾ ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയണത്? വുമൺ, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. നിൻ്റെ വിശ്വാസം വലുതാണ്, ശക്തിയുള്ളതാണ്. അപ്പോൾ വിശ്വാസത്തെ ശക്തീകരിക്കുകയാണ് ഈശോയുടെ ഉദ്ദേശം. ഉടനെ അടുത്ത വാക്ക് എന്താണ്? തൽക്ഷണം അവളുടെ മകള് സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്.